Good morning all. നമ്മളിന്ന് സെമസ്റ്റർ 5ൻ്റെ ഓപ്പൺ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം ഒഫീഷ്യലി. നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന സബ്ജക്റ്റ് ബേസിക് അക്കൗണ്ടിംഗ് ആണ്. അതിൽ നമ്മളിന്ന് ആദ്യത്തെ സെക്ഷൻ നോക്കുകയാണ്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അപ്പോൾ കുറേ കുട്ടികൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 11th 12th +1 +2 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾ പഠിച്ചു പോയേക്കുന്ന കാര്യങ്ങളാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് എന്താ പറയുക, സൈക്കിളൊക്കെ ചവിട്ടുന്ന പോലെ നമ്മൾക്കൊരു തിയറി വായിച്ച് നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളൊരു ബുക്ക് വായിച്ച് നോക്കി എങ്ങനെ സൈക്കിൾ ഓടിക്കാം അല്ലെങ്കിൽ എങ്ങനെ സ്കൂട്ടർ ഓടിക്കാം എന്നൊക്കെ ഒരു തിയറി ബുക്ക് വായിച്ച് നോക്കിയിട്ട് പിറ്റേ ദിവസം നിങ്ങൾ വണ്ടി ഓടിക്കാൻ പോയാൽ ശരിയാവില്ല അല്ലേ? അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിലും തിയറി പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല, പ്രാക്ടീസ് തന്നെ വേണം. അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് ബേസിക് തിയറി എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളൊരു തിയറി പോർഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രാക്ടിക്കൽ ഇതിലോട്ട് പോകും, പ്രാക്ടീസ് പ്രോബ്ലത്തിലോട്ട് പോകും. ചില പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അക്കൗണ്ടിങ് എന്താണെന്ന് പറയാം. അക്കൗണ്ടിങ് എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും, ഇപ്പോൾ ഈ കോഴ്സിൽ 20 പേരുണ്ടല്ലേ, 19-20 പേരുണ്ട്. അപ്പോൾ 20 പേരുടെ ലൈഫിലും അറിഞ്ഞോ അറിയാതെയോ എല്ലാ ദിവസവും അക്കൗണ്ടിങ് പ്രൊസീജിയർ നടക്കുന്നുണ്ട്. എന്താണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ നടക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവാം, സാലറി കിട്ടുന്നുണ്ടാവാം അല്ലേ? ആ സാലറി എന്തിനാ ഉപയോഗിക്കുക? നിങ്ങളുടെ വീട്ടിലെ ഓരോ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടിലെ പലചരക്ക് മേടിക്കാൻ, ബുക്സ് മേടിക്കാൻ, മൊബൈൽ റീചാർജ് ചെയ്യാൻ, കറണ്ട് ബില്ലടയ്ക്കാൻ, വാട്ടർ ബില്ലടയ്ക്കാൻ അല്ലേ, ഓരോ കാര്യത്തിന് ചിലവ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ ഇപ്പോൾ നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ കുറേ കുട്ടികൾ ബസ്സിന് കോളേജിലേക്ക് വരുന്നവരുണ്ട്, സ്കൂട്ടറിന് അല്ലെങ്കിൽ ബൈക്കിന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് രൂപ അച്ഛനമ്മയുടെ നിന്ന് ചോദിക്കും, ബസ് ടിക്കറ്റിനുള്ള കൂലി അല്ലേ, അതൊക്കെ ചോദിച്ചിട്ടാണ് മേടിച്ച് പോരുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ ബസ്സിന് വരുമ്പോൾ തന്നെ ആദ്യത്തെ നിങ്ങളുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്, പക്ഷെ അത് അക്കൗണ്ടിങ് ആണ്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതായത് നിങ്ങൾ ബസ്സിൽ കയറുന്നു, ടിക്കറ്റ് എടുക്കുന്നു, 10 രൂപ മിനിമം ചാർജ് കൊടുത്ത് പോരുന്നവർ 10 രൂപ കൊടുക്കുന്നു, അല്ലാത്ത അതിനനുസരിച്ച് നീങ്ങുന്നു അല്ലേ, റേറ്റ് മാറി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു അക്കൗണ്ടിങ് പ്രൊസീജിയർ അപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ തന്നെ ടിക്കറ്റ് എടുത്തു, പൈസ കൊടുത്തു, ടിക്കറ്റ് വാങ്ങിച്ചു. നിങ്ങൾ എത്ര രൂപ കൊടുത്തു എന്നൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല, ഓർമ്മിക്കാറില്ല, ഒന്നുമില്ല. ജസ്റ്റ് കൊടുത്തു, ഒരു പ്രൊസീജിയർ എന്താ പറയുക, ഒരു മെക്കാനിക്കലായിട്ട് നിങ്ങൾ കൊടുത്തു പോരുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ മിനിമം ചാർജ് ആണെങ്കിൽ 10 രൂപ കൊടുത്ത് പോരുന്നു, എസ് ടി എടുക്കുന്നവർ എസ് ടി എത്രയാണോ റേറ്റ് അത് കൊടുത്ത് പോരുന്നു. അപ്പോൾ അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ച്. അതായത് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പ്രൊവൈഡിങ് സർവീസ് ആവാം, മേക്കിംഗ്, ബൈയിങ് ഓർ സെല്ലിങ് പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഇത് ഈ 4 കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു വേർഡാണ് എക്കണോമിക് ആക്ടിവിറ്റി. പ്രൊവൈഡിങ്, മേക്കിംഗ്, ബൈയിങ് ഓർ സെല്ലിങ്. അത് പ്രൊഡക്ട്സ് ആവാം, ഫിസിക്കൽ പ്രൊഡക്ട്സ് ആവാം, അല്ലെങ്കിൽ സർവീസസ് ആവാം. സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല, പെന്നോ പേപ്പറോ ഒക്കെ മേടിക്കുന്ന ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല മേടിക്കുന്നത് അല്ലേ. ഇപ്പോൾ ബസ്സിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അതൊരു സർവീസാണ്. അപ്പോൾ നിങ്ങൾ സർവീസാണ് മേടിക്കുന്നത്, അതിന് പകരം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടു, അതിൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ കോളേജിലെത്തി ചിലവർ നേരെ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, ചായ കുടിക്കുന്നു. കടം പറഞ്ഞാലും അതും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കടം പറയുന്നതും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കടം പറയാത്തൊരു പൈസ അപ്പം തന്നെ ചായ കുടിച്ചിട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് 100 രൂപയാണ് രാവിലെ തന്നതെന്ന് വെച്ചോ, നിങ്ങൾ 10 രൂപ ബസ്സിൽ ടിക്കറ്റിന് കൊടുത്തു, ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടാവും? 90 രൂപ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിൽ തന്നെ അത് എന്താ പറയുക, ഇൻബിൽട്ടാണ്. അതായത് 100 രൂപ തന്നു അച്ഛൻ രാവിലെ ഇറങ്ങാൻ നേരത്തെ, അല്ലെങ്കിൽ അമ്മ 100 രൂപ തന്നു, അതിൽ 10 രൂപ ടിക്കറ്റിന് പോയി, ബാക്കി 90 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അക്കൗണ്ടിങ് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചെയ്തു അല്ലേ. സ്ഥാപനങ്ങളുടെ കാര്യത്തിലും വേറെ വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾ മനസ്സിൽ കൂട്ടും. പക്ഷേ സ്ഥാപനങ്ങളുടെ കാര്യമാകുമ്പോൾ അവരൊരു ബുക്കിൽ എഴുതി വയ്ക്കും, ഓക്കെ ഇത്ര രൂപയുടെ സാധനം വിറ്റു, ഇത്ര ക്യാഷ് കിട്ടി, അല്ലെങ്കിൽ ഇത്ര റീചാർജ്, മൊബൈൽ റീചാർജ് വന്നു. മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ സർവീസസ് ആണ് അല്ലേ. മൊബൈൽ റീചാർജിൻ്റെ ഇത് വന്നു, ഇത്ര കൂപ്പൺ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എല്ലാ ദിവസവും
ഏത് നേരവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോളേജിൽ വരുന്നു, നിങ്ങൾ ഫീസ് അടയ്ക്കുന്നു, അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് അല്ലേ. അങ്ങനെ പല എക്കണോമിക് ആക്ടിവിറ്റീസും ഡെയിലി ബേസിസിൽ എല്ലാവരുടെയും ലൈഫിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതിനിപ്പോൾ ക്ലബ്ബുകളും ഒക്കെ ആകുമ്പോൾ മെമ്പർഷിപ്പ് ഫീ മേടിക്കുന്നു, മെമ്പർമാർക്കുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മളുടെ മുനിസിപ്പാലിറ്റി, ഷൊർണൂർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ തൃശ്ശൂർ സിറ്റി കോർപ്പറേഷൻ ഒക്കെ എല്ലാവരും എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയും ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് ആവണമെന്നില്ല, ബെനിഫിറ്റിന് വേണ്ടി ആവണമെന്നില്ല. ബിസിനസ് ചിലപ്പോൾ നടത്തുന്നത് ലാഭം കിട്ടി അയാളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. പക്ഷേ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയും ഒരു ഇൻഡിവിജ്വൽ ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാവില്ല. ചിലപ്പോൾ അത് സൊസൈറ്റിയുടെ മൊത്തം ബെനിഫിറ്റിന് വേണ്ടിയാവും, അല്ലെങ്കിൽ ഒരു പബ്ലിക് അറ്റ് ലാർജിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയാവാം. ഇപ്പോൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അവരൊക്കെ ചെയ്യുന്ന എന്തിനാണ്? റോഡ് പണിയുന്നു, ഓട പണിയുന്നു, അതൊക്കെ ഒരു സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഈ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. എക്കണോമിക് ആക്ടിവിറ്റി എങ്ങനെയാണ് നടത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസിലൂടെയാണ്. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. എന്താണ് ട്രാൻസാക്ഷൻ, എന്താണ് ഇവൻറ്റ്? ട്രാൻസാക്ഷനും ഇവൻറ്റിനും വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ആവാം, എ പെർഫോമൻസ് ഓഫ് ആൻ ആക്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഗ്രിമെൻ്റ് ആവാം, രണ്ടോ അതിലധികം ആളുകളിൽ തമ്മിലുള്ളൊരു അഗ്രിമെൻ്റ് ആവാം. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആവാം, ഇറ്റ് മേ ബി എ പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ഓർ ആൻ അഗ്രിമെൻറ്റ്. ഇതാണ് ട്രാൻസാക്ഷൻ. ഇനി ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന 3 കാര്യങ്ങൾ, അതായത് ട്രാൻസാക്ഷനിൽ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസാക്ഷനിൽ പറഞ്ഞ 3 കാര്യങ്ങൾ: ബിസിനസ്, പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ഓർ ആൻ അഗ്രിമെൻറ്റ്. ഈ 3 കാര്യങ്ങളുടെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇവൻ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിനെയും എക്കണോമിക് ആക്ടിവിറ്റീസിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ മനസ്സിൽ റെക്കോർഡ് ചെയ്തു, ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, എൻ്റർപ്രൈസ്, ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയൊക്കെ മനസ്സിലെല്ലാം ചെയ്യുന്നതിന് പ്രത്യേക മാനറുണ്ട്, പ്രത്യേക വഴികളുണ്ട്, പ്രത്യേക ബുക്കുകളുണ്ട്, പ്രത്യേക രജിസ്റ്ററുകളുണ്ട്. അങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം തൽക്കാലം. ഓക്കെ, നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഇത്രയും കൂടി ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് ഒരു ഇൻഡിവിജ്വൽ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു ഇൻഡിവിജ്വൽ ജനുവരി 1 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു സ്റ്റേഷനറി ബിസിനസ്സാണ്. 1-ാം തീയതി ജനുവരി തന്നെ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അന്ന് തന്നെ പുള്ളി സാധനങ്ങൾ പർച്ചേസും ചെയ്തു. അതായത് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്ക് സാധനം പർച്ചേസ് ചെയ്തു? 1,15,000 റുപ്പീസിൻ്റെ സാധനം പർച്ചേസ് ചെയ്തു. പുള്ളി മാസാവസാനമായപ്പോൾ കണക്കെടുത്ത് നോക്കി. അതായത് ജനുവരി 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ജനുവരി 1 പർച്ചേസ് ചെയ്തു, ജനുവരി 31 ആയപ്പോൾ പുള്ളി എത്ര വിറ്റുവരവുണ്ട് നോക്കി. എത്ര മേടിച്ച സാധനത്തിൽ എത്ര രൂപയ്ക്കുള്ള സാധനം വിറ്റുപോയി നോക്കി. അപ്പോൾ 1,47,000 രൂപ പുള്ളിയുടെ കയ്യിലുണ്ട്. 1,47,000 രൂപ. പിന്നെ മാസാവസാനം അതായത് ജനുവരി 31 പുള്ളി ഷോപ്പിൻ്റെ റെൻ്റായിട്ട് 5,000 റുപ്പീസും കൊടുത്തു. 5,000 റുപ്പീസ്. പുള്ളി മാസാവസാനം നോക്കിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ 1,15,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചു. പുള്ളിയുടെ കയ്യിൽ ബാക്കി 15,000 രൂപയുടെ ഗുഡ്സ് കയ്യിൽ വിറ്റ് പോവാതെ ഇരിക്കുന്നുണ്ട്. അതായത് പുള്ളി എത്ര രൂപയുടെ ഗുഡ്സേ വിറ്റിട്ടുള്ളൂ? 1,15,000 മൈനസ് 15,000 അല്ലേ? അപ്പോൾ 1,00,000 രൂപയുടെ സാധനം വിറ്റിട്ടുള്ളൂ. ആ 1,00,000 രൂപയ്ക്ക് പുള്ളി 1,00,000 രൂപയുടെ സാധനം വിറ്റപ്പോൾ പുള്ളിക്ക് എത്ര കിട്ടി? 1,47,000 പുള്ളിക്ക് കിട്ടി അല്ലേ? അതായത് 1,00,000 രൂപയുടെ സാധനത്തിന് പുള്ളി 1,47,000 രൂപയ്ക്കാണ് കൊടുത്തത്. പിന്നെ കൂടാതെ പുള്ളി ഒരു എക്സ്പെൻഡിച്ചറും മീറ്റ് ചെയ്തോടെ, അതായത് ഷോപ്പ് റെൻറ്റ് 5,000. ഇനി നമ്മൾക്ക് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ? എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു. അത് പ്രൊവൈഡിങ്, മേക്കിംഗ്, ബൈയിങ് ഓർ സെല്ലിങ് ആവാം അല്ലേ? അപ്പോൾ ഇതിൽ അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ട്രാൻസാക്ഷൻസ്, എന്തൊക്കെയാണ് ഇവൻറ്റ്സ് എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾക്ക് പുള്ളി എത്ര ലാഭം ഉണ്ടാക്കിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയാം, 1,00,000 രൂപയുടെ സാധനം വിറ്റപ്പോൾ 1,00,000 രൂപയുടെ കോസ്റ്റിൻ്റെ സാധനം വിറ്റപ്പോൾ അങ്ങേർക്ക് 1,47,000 രൂപ കിട്ടി. അപ്പോൾ 47,000 രൂപയാണ് ലാഭം എന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാം.
ഓക്കെ, ശരിക്കും 47,000 രൂപ അല്ല ലാഭം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എത്ര രൂപയുടെ ഗുഡ്സാണ് വിറ്റ്? പ്രോബ്ലത്തിൽ ഈ ഇല്ലസ്ട്രേഷനിൽ പറയുന്നത് 1,47,000 റുപ്പീസിൻ്റെ സാധനം വിറ്റു. 1,47,000 സാധനമല്ല, 1,47,000 റുപ്പീസിന് വിറ്റു. 1 lakh റുപ്പീസിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഗുഡ്സ് 1,47,000 റുപ്പീസിന് വിറ്റു. അതായത് 47,000 രൂപ കൂടുതൽ വിറ്റു. ഇനി മാസാവസാനം പുള്ളിയുടെ കയ്യിൽ വിറ്റ് പോവാതെ ഉള്ള സാധനം എത്രയുണ്ട്? 15,000 ഉണ്ട് അല്ലേ? അപ്പോൾ പുള്ളി 1,00,000 രൂപയുടെ സാധനം വിറ്റതിൻ്റെ കാശും കൂടാതെ ആദ്യത്തെ ദിവസം മേടിച്ച 1,15,000 രൂപയുടെ സ്റ്റോക്കിൽ 15,000 രൂപയുടെ സാധനം വിറ്റ് പോവാതെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ എത്ര വർത്ത് സാധനമുണ്ട്? ക്യാഷായിട്ട് 1,47,000 ഉണ്ട്, 15,000 ഗുഡ്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 1,62,000 പുള്ളിയുടെ കയ്യിലുണ്ട് അല്ലേ? ഇനി എത്ര രൂപയുടെ ഗുഡ്സാണ് വാങ്ങിച്ച പുള്ളി? ടോട്ടൽ 1,15,000, 1,15,000 രൂപയുടെ ഗുഡ്സ് മേടിച്ചു. ഷോപ്പ് റെൻറ്റ്, അതായത് പുള്ളിക്ക് വാടക കൊടുക്കാൻ ചിലവായത് 5,000 രൂപയാണ് ആ മാസം അല്ലേ? ജനുവരി 1 മുതൽ ജനുവരി 31 വരെ 5,000 രൂപ വാടക കൊടുത്തു. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം പർച്ചേസ് ചെയ്തു, റെൻറ്റ് കൊടുത്തു. അപ്പോൾ 1,20,000. അപ്പോൾ പുള്ളിയുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,62,000 മൈനസ് 1,20,000 എത്രയാ? 42,000 രൂപയാണ് പുള്ളിയുടെ ബിസിനസ്സിൽ നിന്നുള്ള ആദ്യത്തെ മാസത്തെ ലാഭം, അതായത് ജനുവരി 1 ടു ജനുവരി 31. ഇനി ഇതിൽ എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ, എന്തൊക്കെയാണ് ഇവൻറ്റ്സ് നോക്കാം. അപ്പോൾ ട്രാൻസാക്ഷൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ക്യാൻ ബി എ ബിസിനസ് ഓർ എ പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ഓർ ആൻ അഗ്രിമെൻറ്റ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആവാം, ഒരു പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ആവാം, അല്ലെങ്കിൽ ഒരു അഗ്രിമെൻ്റ് ആവാം ബിറ്റ്വീൻ 2 or more പേഴ്സൺസ് അല്ലേ? അപ്പോൾ ഗുഡ്സ് സോൾഡ് എന്തോന്നാ? ഒരു പ്രവൃത്തിയാണോ, ബിസിനസ് ആണോ, അഗ്രിമെൻ്റ് ആണോ? ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ് അല്ലേ? നമ്മൾ മേടിച്ച സാധനം വിറ്റു, അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അത് ട്രാൻസാക്ഷനാണ്. ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷനാണ്. ഇനി ഗുഡ്സ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് ഇൻ ഹാൻഡ് ട്രാൻസാക്ഷൻ ആണോ, ഇവൻ്റ് ആണോ? ഗുഡ്സ് മേടിച്ചത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഗുഡ്സ് ഇൻ ഹാൻഡ്, അതായത് ബാലൻസ് 15,000 കയ്യിലിരുന്ന്, അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വന്നത്? ഗുഡ്സ് ഇൻ ഹാൻഡ്, അല്ലെങ്കിൽ 15,000 രൂപയുടെ ഗുഡ്സ് ബാക്കി വന്നത്. അപ്പോൾ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുഡ്സ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് എന്താ? ഇവൻ്റ് ആണ്. അതായത് നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് ഗുഡ്സ് ഇൻ ഹാൻഡ്. മനസ്സിലായോ? അപ്പോൾ ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ, ഗുഡ്സ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഇവൻ്റ് ആണ്. ഇനി ഗുഡ്സ് പർച്ചേസ്ഡോ? ഗുഡ്സ് പർച്ചേസ്ഡും ഒരു ട്രാൻസാക്ഷൻ ആണ്, ഒരു ആക്ടിവിറ്റി ആണ്, ഒരു പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ആണ് അല്ലേ? അതുപോലെ ഷോപ്പ് റെൻറ്റ് പെയ്ഡ് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രവൃത്തി, ഒരു ബിസിനസ്, ഒരു അഗ്രിമെൻ്റ് ആണ് അല്ലേ? അതായത് ഷോപ്പ് ഓണറും ലാൻഡ് ലോഡും തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ഫലമായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താ? ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇവിടെ 3 ട്രാൻസാക്ഷനാണ്: ഗുഡ്സ് സോൾഡ്, ഗുഡ്സ് പർച്ചേസ്ഡ്, ഷോപ്പ് റെൻറ്റ് പെയ്ഡ്. പിന്നെ ഒരു ഇവൻ്റ് ഇപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് എന്താ? ഗുഡ്സ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ്. അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്തതുകൊണ്ടാണ് ഗുഡ്സ് ഇൻ ഹാൻഡ് വന്നത്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അവിടെ ആ ഇവൻ്റ് വരില്ല അല്ലേ? ഗുഡ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ടായിട്ട് വന്നതാണ് ഗുഡ്സ് ഇൻ ഹാൻഡ്. അതിനെ നമ്മൾ എന്ത് പറയും? ഇവൻ്റ്. ഇനി സർപ്ലസ് 42,000 രൂപ. സർപ്ലസ് എന്താ? ഈ മുകളിൽ പറഞ്ഞേക്കുന്ന ഗുഡ്സ് പർച്ചേസ്ഡ്, ഷോപ്പ് റെൻറ്റ് പെയ്ഡ്, ഗുഡ്സ് സോൾഡ്, ഇതിൻ്റെ പരിണിത ഫലമായതുകൊണ്ടാണ് നമുക്ക് ലാഭം കിട്ടിയത് അല്ലേ? അപ്പോൾ സർപ്ലസ് എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിനെ റെക്കോർഡ് ചെയ്യലാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഇല്ലസ്ട്രേഷനിൽ ചെയ്തതും എന്ത് തന്നെയാണ്? അക്കൗണ്ടിങ് ആണ്. നമ്മൾ ട്രാൻസാക്ഷൻസിനെയും ഇവൻറ്റിനെയും റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കി പ്രദർശിപ്പിച്ചു അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അക്കൗണ്ടിങ്. ഓക്കെ. ഇനി മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ഒരു ക്ലിയർ ഡെഫിനിഷൻ നമ്മൾക്ക് അക്കൗണ്ടിങ്ങിനെ പറ്റി തന്നിട്ടുണ്ട്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആരെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, AICPA, ഇവരാണ് അക്കൗണ്ടിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ എന്താ? അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. അപ്പോൾ അക്കൗണ്ടിങ് എന്താ പറഞ്ഞേക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു കലയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഡെഫിനിഷനിൽ ആര് ഡെഫിനിഷൻ ഇത് ചെയ്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്ന? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ AICPA. അവർ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. എന്തിൻ്റെ കല? ആർട്ട് ഓഫ് റെക്കോർഡിങ്, അതായത്
റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കല, അതായത് റെക്കോർഡ് ചെയ്യുന്ന, അതായത് നമ്മളിപ്പോൾ മുന്നേ ചെയ്ത കാര്യങ്ങൾ, അതായത് ഓരോ ട്രാൻസാക്ഷൻസിൻ്റെ ഇവൻസിനെ റെക്കോർഡ് ചെയ്തു. ഇനി ക്ലാസിഫൈ ചെയ്യുന്നത്, ക്ലാസിഫൈയിങ്, പിന്നെ സമ്മറൈസിങ്, അതായത് ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. ചുമ്മാ റെക്കോർഡ് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാൻ, സമ്മറൈസ് ചെയ്താലും മതിയോ? ഇല്ല, അങ്ങനെ പോരാ. എങ്ങനെ വേണം? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, ഒരു പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം, പിന്നെ ക്ലാസിഫൈ ചെയ്ത കാര്യങ്ങളെ സമ്മറൈസ് ചെയ്യണം. അത് ഏത് കാര്യങ്ങളായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യേണ്ടത്? ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട്, ഒരു ഭാഗമെങ്കിലും ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള, ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതിൻ്റെ ഒരു കലയാണ്. അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടേഴ്സ്. ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ക്ലാസിഫൈ ചെയ്യേണ്ടത്, സമ്മറൈസ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സിനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യേണ്ടത്. അതും മോണിറ്ററി വാല്യൂ, ഇൻ ടേംസ് ഓഫ് മണിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യാൻ പാടുള്ളൂ, ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സമ്മറൈസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇതിനാണ് എന്ത് പറയുക? അക്കൗണ്ടിങ് എന്ന് പറയുക. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കീ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. ആദ്യം റെക്കോർഡ് ചെയ്യുക, പിന്നീട് ക്ലാസിഫൈ ചെയ്യുക, പിന്നീട് സമ്മറൈസ് ചെയ്യുക. അതെങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം? ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിന് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യണം? അവസാനം ഇൻ്റർപ്രറ്റും ചെയ്യണം, അല്ലേ? അത് നമുക്ക് ഓരോന്നായിട്ട് ആ ഡെഫിനിഷൻ ഒന്ന് ബൈഫക്കേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡ് കീപ്പിംഗ്, അല്ലേ? റെക്കോർഡ് ചെയ്യുക. നമ്മളിവിടെ ഇല്ലസ്ട്രേഷനിൽ എന്താ ചെയ്തത്? ഓരോ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്, നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഇവിടെ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത്, അല്ലേ? ഒരു പ്രത്യേക രീതിയിൽ. അപ്പോൾ the process of accounting starts first by identifying the events and transactions. അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇവൻറ്റും ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ മുകളിൽ അങ്ങനെ തന്നെ ചെയ്തത്, അല്ലേ? ഓരോ ട്രാൻസാക്ഷൻ ഇവൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഗുഡ്സ് സോൾഡ്, ഗുഡ്സ് പർച്ചേസ്ഡ്, സർപ്ലസ്, അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അതിനെ പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്യണം. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? റെക്കോർഡിങ് ഈസ് ഡൺ ഇൻ ജേണൽ ഓർ സബ്സിഡിയറി ബുക്സ്. റെക്കോർഡ് ചെയ്യുന്നത് ഏത് ബുക്കിലായിരിക്കണം? ഒരു ബുക്കിന് ഒരു പേരുണ്ട്, ഓരോ ബുക്കിനും ഒരു പേരുണ്ട്. നിങ്ങളിപ്പോൾ ഫിസിക്സ് പഠിക്കുന്നവർ ഫിസിക്സിൻ്റെ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സിനും ഓരോ പേര് കൊടുക്കുമല്ലോ ബുക്കിന്. ഇപ്പോൾ നമ്മൾ 10th പഠിച്ചപ്പോൾ മാത്സ്, സോഷ്യൽ സയൻസ്, അങ്ങനെ പല പേരുകൾ ബുക്കിനിടും. പിന്നെ റഫ് ബുക്ക് എല്ലാം കൂടി വാരി വലിച്ച് എഴുതാൻ, അല്ലേ? അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിലും ഓരോ ടൈപ്പ് ബുക്കുണ്ട്, അതിന് ഓരോ പേരുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് പറയുന്ന പേരാണ് ജേണൽ ഓർ സബ്സിഡിയറി ബുക്സ്. അതിനെ വേറൊരു പേരും കൂടി വിളിക്കും, പ്രൈമറി ബുക്സ്, അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രൊസീജിയർ എന്താ? റെക്കോർഡിങ്. അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിനെ. അത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെക്കോർഡിംഗ് ആണ്. ആദ്യം റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യുന്നത് ബുക്കിൻ്റെ പേരെന്താ? ജേണൽ എന്നാണ് ബുക്കിൻ്റെ പേര്. റെക്കോർഡ് ചെയ്യുന്ന ഇവൻറ്റ്സും ട്രാൻസാക്ഷൻസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേര് ജേണൽ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് സബ്സിഡിയറി ബുക്സ്. ഇതിനെ വേറൊരു പേരിലും വിളിക്കും ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ്. അതുകൊണ്ടാണ് അതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് വിളിക്കുന്നത്. റെക്കോർഡിങ് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ക്ലാസിഫൈയിങ്, അല്ലേ? ക്ലാസിഫൈ ചെയ്യണം. റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്യണം. ആഫ്റ്റർ റെക്കോർഡിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുന്ന ബുക്കിൻ്റെ പേരെന്താ പറയുക? ലെഡ്ജർ. ക്ലാസിഫൈ ചെയ്യുന്നത് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻകം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എക്സ്പെൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അസറ്റ്സ്, ലയബിലിറ്റീസ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ആ ട്രാൻസാക്ഷൻ്റെയും ഇവൻറ്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്.
അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്ന ആസ്തി, ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തി, ലയബിലിറ്റി എന്ന് പറയുന്ന ബാധ്യത, ഇൻകം വരുമാനം, എക്സ്പെൻസ് ചെലവ്, ഇതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ റെക്കോർഡിംഗ് ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ജേണൽ ബുക്ക് എന്ന് പറയും. ജേണൽ അതിലാണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫൈ ഏത് ബുക്കിലാണ് ചെയ്യുന്നത്? ലെഡ്ജർ. അതിൻ്റെ പേരാണ് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ എന്താ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത്? സമ്മറൈസിങ് അല്ലേ. സമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സമ്മറൈസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ രണ്ട് കാര്യത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത കാര്യങ്ങളെ സമ്മറൈസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ട്, ട്രയൽ ബാലൻസ് എന്ന് പറയും. അത് വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് ബാലൻസ് ഷീറ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങളിലായിട്ടാണ് സമ്മറൈസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ആ വർഷം പ്രവൃത്തി കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലെ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ്. അതായത് എത്ര ആസ്തിയുണ്ട്, എത്ര ലയബിലിറ്റി, എത്ര ബാധ്യതയുണ്ട് സ്ഥാപനത്തിന്, എത്ര ക്യാഷ് ഉണ്ട്, എത്ര ആളുകൾക്ക് ക്യാഷ് കൊടുക്കാണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് കൂടുതൽ ബാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ പേ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ എൻ്റർപ്രൈസ് പൂട്ടിപ്പോകും അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടി സമ്മറൈസ് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി. ഇനി അടുത്ത ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്ന കാര്യം, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ ടു ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. മോണിറ്ററി ടേംസിൽ മാത്രമുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം, അവിടെ മാനേജർമാർ തമ്മിൽ രണ്ടുപേര് അടിയിടുക. ഈ അടി റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? അത് മോണിറ്ററി ടേംസിലാണോ? അല്ല. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് നല്ല ലാഭം ഉണ്ടാക്കി, പക്ഷെ ആ പെർഫോമൻസ് പുള്ളിയുടെ എഫേർട്ടിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ അക്കൗണ്ടിങ്ങിൽ? ഇല്ല. എന്ന് വെച്ചാൽ അതിനൊരു മോണിറ്ററി വാല്യൂ ഇല്ല, അതിന് പൈസയുടെ ഇതിൽ നമുക്ക് അളക്കാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എന്തുമാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ഇഫ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് മണിയുടെ ടേംസിൽ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഡെഫിനേഷനിൽ പറയുന്ന കാര്യം, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് ഇൻ പാർട്ട് ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിന് പാർഷ്യലി എങ്കിലും ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം. എന്താണ് ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? എക്സാമ്പിളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനോഗ്രേഷൻ ഓഫ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് എ ബാങ്ക് ഈസ് ആൻ ഇവൻറ്റ് വിത്തൗട്ട് ഹാവിങ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഒരു ബാങ്കിൻ്റെ പുതിയ ബ്രാഞ്ച് ഇനോഗ്രേറ്റ് ചെയ്തു, എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ? ഇല്ല. മോണിറ്ററി ടേംസിലും അല്ല അല്ലേ. അപ്പോൾ അതൊന്നും നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അക്കൗണ്ടിങ് ബുക്സിൽ, ജേണലിലും ലെഡ്ജറിലും പ്രോഫിറ്റ് ആൻഡ് ലോസിലും ബാലൻസ് ഷീറ്റിലും ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അതിന് ചിലവായ കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനോഗ്രേഷൻ ഇത്ര ചിലവായി, റിഫ്രഷ്മെൻറ്റ്സിന് ഇത്രയായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി പറയുന്നത് പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിങ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഓരോന്നായിട്ട് ബൈഫക്കേറ്റ് ചെയ്ത് നോക്കി, എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, രണ്ട് യൂസിങ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് അക്കൗണ്ടിങ് പ്രൊസീജിയർ ഒന്നാമത്തെ കാര്യം ജനറേറ്റ് ചെയ്യണം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഇതേ ഓർഡറിലാട്ടോ പ്രൊസീജിയർ നടക്കുന്നത്. അതായത് ആദ്യം റെക്കോർഡ് ചെയ്യുന്നു, പിന്നീട് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നു, പിന്നെ ക്ലാസിഫൈ ചെയ്ത കാര്യത്തിനെ സമ്മറൈസ് ചെയ്യുന്നു. ഇതാണ് അക്കൗണ്ടിങ് ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്നത്. ഡെഫിനിഷനിൽ വീണ്ടും രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം സൈലൻ്റ് ആണ്, അനലൈസിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈസിങ് സൈലൻ്റ് എന്ന് പറയാൻ കാരണം അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനിൽ നിങ്ങളുടെ അടുത്ത് ഇൻ്റർപ്രറ്റിംഗ് ദെയർ ഓഫ് എന്നൊരു സെൻറ്റൻസ്, ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം അനലൈസ് ചെയ്യണം. അതായത് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത ഇൻഫർമേഷനെ നിങ്ങൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുള്ളൂ? നമ്മൾക്കൊരു
ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. റെക്കോർഡിങ്ങിൻ്റെ ഇതിൽ ആദ്യം ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് ട്രാൻസാക്ഷൻ? സപ്പോസ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഓക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര രൂപ കൊടുത്തു, ബില്ല് കിട്ടിയിട്ടുണ്ടോ, പൈസ കൊടുത്തപ്പോൾ റെസിപ്റ്റ് കിട്ടിയോ, അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ ബില്ല് അല്ലെങ്കിൽ റെസിപ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ റെക്കോർഡിങ് തുടങ്ങുന്നത്. അതായത് ഇൻപുട്ട് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മളൊരു കസേര മേടിച്ചു, അല്ലെങ്കിൽ ഒരു ടേബിളും ചെയറും മേടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കടയിൽ നിന്ന് റെസിപ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ റെക്കോർഡിങ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ റെസിപ്റ്റ് വെച്ചാണ്. ആ റെസിപ്റ്റിൽ ഉണ്ടാവും എല്ലാ ഡീറ്റെയിൽസും അല്ലേ. അതായത് ഒരു ടേബിളും ഒരു ചെയറും മേടിച്ചു, ടേബിളിൻ്റെ വില ഇത്രയാണ്, ചെയറിൻ്റെ വില ഇത്രയാണെന്ന് അതിലുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് റെക്കോർഡിങ് ചെയ്യാം. അപ്പോൾ ആ റെസിപ്റ്റിനെ നമ്മൾ എന്താ പറയുക? ഇൻപുട്ട് എന്ന് പറയുക. ഇൻപുട്ട് ചെയ്യുന്ന നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് അക്കൗണ്ടിങ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആദ്യം ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നീട് അക്കൗണ്ടിങ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട എക്കണോമിക് ഇവൻ്റ് ആൻഡ് ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. എന്തിൽ? ജേണലിൽ റെക്കോർഡ് ചെയ്തതിന് അടുത്ത് എന്താ? ക്ലാസിഫൈ ചെയ്യും അല്ലേ, ലെഡ്ജറിലോട്ട്. അത് കഴിഞ്ഞാൽ സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. അതായത് ഈ ലെഡ്ജറിലുള്ള സാധനങ്ങളുടെ ബാലൻസ് എല്ലാം കൂടി ഒരൊറ്റ സ്ഥലത്ത് സമ്മറൈസ് ചെയ്യുന്നതിനാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുക. അതൊക്കെ വഴിയെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുക, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും, അത് ജേണലിലായിരിക്കും. ക്ലാസിഫൈ ചെയ്യുന്നത് ലെഡ്ജറിലായിരിക്കും. ലെഡ്ജറിൽ നിന്ന് സമ്മറൈസ് ചെയ്യും. എവിടെ? ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ നിന്ന് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നേരത്തെ പറഞ്ഞ ബാലൻസ് ഷീറ്റും, അതിനാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. അപ്പോൾ സമ്മറൈസ് ചെയ്യുന്ന ഇവിടെ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ യൂസേഴ്സ്. ആരൊക്കെയാണ് യൂസേഴ്സ് ആവുക? ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പാർട്ട്നേഴ്സ്, മാനേജേഴ്സ്, ഓഫീസേഴ്സ് അല്ലേ, അതൊക്കെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയാം. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ ഒരു വലിയ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അതായത് കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ. അപ്പോൾ ആ കമ്പനി ലാഭത്തിലാണെങ്കിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നഷ്ടത്തിലുള്ളൊരു കമ്പനിയിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, കമ്പനിക്ക് എത്ര ബാധ്യതയുണ്ട്, ആസ്തി ഉണ്ടെന്നൊക്കെ എങ്ങനെ അറിയാം? ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നോക്കിയാലാണ് അറിയാം. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ്, കടം കൊടുത്തവരുണ്ടാവും. അവർക്കും അറിയണം കമ്പനി അധികം കാലം ഓടുമോ ഇല്ലയോ എന്നുള്ളത്, അവരുടെ പൈസ തിരിച്ചു കിട്ടുമെന്നൊക്കെ അവർക്കും അറിയണം അല്ലേ. അപ്പോൾ ലെൻഡേഴ്സ് നോക്കും. സപ്ലയേഴ്സ്, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർ, ഗവൺമെൻറ് ഏജൻസീസ്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, GST ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അല്ല, എന്താ പറയുക, ഇൻഡയറക്റ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കിയിരിക്കുന്നവരായിരിക്കും. പിന്നെ കസ്റ്റമേഴ്സ്, ലോയൽ കസ്റ്റമേഴ്സൊക്കെ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതാണ് ഏറ്റവും അവസാനത്തെ, അതായത് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എൻഡാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് പ്രൊസീജിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും അല്ലേ, ഒരു സൈക്കിളാണ്. ഇപ്പോൾ ഒരു വർഷത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി ഓരോ കാര്യം നമുക്ക് ഒന്നും കൂടി പറയാം. ആദ്യം റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. എന്തിലാണ് റെക്കോർഡ് ചെയ്യുക? ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക. അതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയും അല്ലേ. പിന്നെ ക്ലാസിഫൈ ചെയ്യും. സെക്കൻഡ് പ്രൊസീജിയറാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിലാണ്? ലെഡ്ജറിലാണ് ക്ലാസിഫൈ. ലെഡ്ജർ പല ടൈപ്പ് ലെഡ്ജർ ഉണ്ട്. സാലറി ലെഡ്ജർ, റെന്റ് പേയബിൾ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അതായത് ഓരോ കാര്യങ്ങളെയും ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അതായത് സാലറി ലെഡ്ജറിൽ സാലറി കൊടുത്ത ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. റെൻറ്റിൻ്റെ ലെഡ്ജറിൽ റെൻറ്റ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അതിന് നമ്മൾ അവസാനം സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്യുന്ന എവിടെയാണ്? ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കമ്പനികളുടെ കാര്യത്തിലേ വരുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജറിലെ ഓരോ കാര്യത്തിനെ സമ്മറി എഴുതുക. ഓക്കെ, സമ്മറൈസ് ചെയ്യുന്നതിനാണ്. ഈ സമ്മറൈസ് ചെയ്ത കാര്യത്തിനെ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P&L അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് അനുസരിച്ചാണ് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ
ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഇൻറ്റേർണൽ യൂസേഴ്സും ഒക്കെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും കമ്പനി. അവസാനം എന്ത് ചെയ്യും? അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആർക്കാ? ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും. അത് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്, ഗ്രാഫ്, ഡയഗ്രാം, ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആവാം. ഓക്കെ, ഇതാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ഓവർവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇത് സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ്. ത്രൂ പ്രാക്ടീസ് മാത്രമേ നമ്മൾക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കീ ടെർമിനോളജീസും ഡെഫിനിഷൻസും കുറച്ച് കാര്യങ്ങളും ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് മാത്രം ഞാൻ തിയറി പോവുള്ളൂ. ഒരു 2 ക്ലാസ്സും കൂടി ഞാൻ തിയറി പോകും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ടു ഇല്ലസ്ട്രേഷൻസ് ആയിരിക്കും. പിന്നെ അതിന് ആവശ്യമുള്ള തിയറി മാത്രമേ പറഞ്ഞു തരുള്ളൂ. ഞാൻ നോട്ട് തരുന്നതായിരിക്കും ത്രൂ വാട്സാപ്പ് ഓർ ഗൂഗിൾ ക്ലാസ് റൂം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഇനി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.